എത്ര മനോഹരമായ ഒരു ഫ്രെയിമിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കൂ. ഒറ്റ നോട്ടത്തിൽ സ്വിറ്റ്സർലൻഡാണ് എന്ന് പോലും തോന്നിപ്പോവും. ഇത് നമ്മുടെ അട്ടപ്പാടി സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. അട്ടപ്പാടിയിലെ അഗടിയിലെ കുറച്ച് ഉള്ളോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആദിവാസി ഊരുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിലെ കുറച്ച് ആദിവാസി ഊരുകളും അവിടുത്തെ ഗ്രാമീണ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ ഗ്രാമങ്ങളിലുള്ള യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളോട്ട് വന്നപ്പോൾ ഒരു ആദിവാസി ഊര് കാണാനായിട്ട് വളരെ ചെറിയ ചെറിയ വീടുകൾ, അതായത് ഷീറ്റ് കൊണ്ടൊക്കെ മറച്ചിട്ടുള്ള കുറച്ച് വീടുകൾ മാത്രമുള്ള ഈ ഒരു മലഞ്ചെരുവിലാണ് ഈ ഒരു ആദിവാസി ഊരുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഇനി കാണാം. ഇതിൽ ആളില്ല കേട്ടോ, ക്ലോസ് ആണ്. ആ മേലോട്ട് പോയിക്കാം. അവിടെ പട്ടിയുണ്ട്. പട്ടിയതാ കടിക്കില്ലല്ലോ. നിറയെ പട്ടിയുണ്ട്. സംസാരിക്കാതെ മുട്ടായി കഴിച്ചോ? എല്ലാം കൂടെ കൊടുക്കണ്ട, ഓരോരുത്തർക്ക് കൊടുത്താൽ മതി. ഓരോരുത്തർക്ക് കൊടുത്താൽ മതി. ഇതിലെന്താണ്? പട്ടിയാ? ആടാ? ഹേയ്, അവർക്ക് കൊടുക്ക്, കുട്ടിയെ കൊടുക്ക്, എല്ലാവർക്കും കൊടുക്കും മുട്ടായി. അതെന്താണ് കേട്ടാ? തൊഴുത്താ? പശുണ്ടാ? ആ, പട്ടീനെ വളർത്തുന്ന അകളി എടുത്ത് ബദാമിൻ്റെ മരം പോയേക്കാം. ഉണ്ടോ? ബദാമുണ്ടോ? ഇല്ലല്ലേ? നല്ല രസം. നേരത്തെ കണ്ട പോലെ താഴെ വീഴാറുണ്ടത്? കായില്ലല്ലേ? ആ കണ്ടു കണ്ടു കണ്ടു. അതുമേലെ ഉണ്ടായില്ലേ? അത് ശരി. ബദാമിൻ്റെ പൂവാണിതല്ലേ? അടിപൊളി. നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ചെറിയ ടൗൺ എന്ന് പറഞ്ഞാൽ ഇത് താവളമാണ് കേട്ടോ. അതായത് അഗളിയത്തിൻ്റെ മുമ്പുള്ള ചെറിയൊരു ടൗണാണിത്. ഇനി നമ്മൾ നേരെ അഗളിയിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ നമുക്ക് ശിരുവാണിപ്പുഴയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. നല്ല മനോഹരമായൊരു പാലവും അതിന് താഴെ പുഴയുടെ തീരത്ത് ഇറങ്ങാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അങ്ങോട്ടാണ് ഇനി പോകുന്നത്. ഇതാണ് സാമ്പാർക്കോട് പാലം കേട്ടോ. ഇത് നമ്മുടെ ശിരുവാണിപ്പുഴയുടെ മുകളിലൂടെ ഉള്ള ഒരു പാലമാണ്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. ഈ ഒരു പുഴൻ്റെ കുറുകെ ഒരു ചെറിയൊരു ചെക്ക് ഡാമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിരവധി ആളുകൾ കുളിക്കാൻ ഇറങ്ങുന്നൊക്കെ ഉണ്ട്. കുളിക്കാനും അതുപോലെ അലക്കാനൊക്കെ വരുന്ന നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള ഒരു അടിപൊളി സ്ഥലമാണ്.
അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ നമ്മൾ പോയത് ഷോളയൂർക്കാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി പങ്കിടുന്ന സ്ഥലം. ഈ ഒരു ഇടത്തെ ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു റോഡുണ്ടല്ലോ, ഇത് ഒക്കെ തമിഴ്നാടിൻ്റെ അതിർത്തിപ്പെട്ട സ്ഥലങ്ങളാണ്. നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ടുള്ള റോഡിന് പോയിട്ട് ഇവിടെ കുറച്ച് ആദിവാസി ഊരുകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമുക്കിനി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അതിനു മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്. ഉച്ചക്കേക്കുള്ള ഭക്ഷണം നമ്മൾ കൊടുത്തിട്ടുണ്ട്, വണ്ടിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് ഇതിനടുത്ത്. അപ്പോൾ അവിടെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ ഷോളയൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷോളയൂർ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ഫുഡ് കഴിക്കാണ്. ഫുഡ് നമ്മളെ ഫ്രണ്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു. എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഒരു മിനിറ്റ്. ഓഹോ, ചോറ്, ഫിഷ് പൊരിച്ചത്, ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. മീൻകറി ഉണ്ട്, പപ്പടമുണ്ട്, ചോറ്, ഞണ്ടോ, സോയാബീൻ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാട്ടോ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തിരുന്ന് ഫുഡ് കഴിക്കുന്നത്. അത്രക്കും വൈബുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. இது கேரளாவா? சோலையூர்லாம் கேரளாவா? நாங்கள் வந்து நீங்கள் ஊரெல்லாம் சுற்றி பார்க்கறது வந்து நல்லா பார்த்துக்கொண்டு போயிட்டாங்க. நல்லா பார்த்து வீடு வயசான வரைக்கும் வீடு தரக்கே ரெண்டு மணி கவர்மெண்ட். அப்படியா? நல்லா நல்லா வரைக்கும் கட்டி கொடுக்கும். அந்த மாதிரி சின்ன வீடு இப்போ இல்லையா? சின்ன வீடு ஓடு வீடு. ஓடு வீடு தானே? எல்லாமே ஓடாக்கி. அப்படியா? பேர் என்ன அம்மாச்சி? ரங்கி. ரங்கியா? ரங்கி காரமடை. மக்கள் இருக்கா? இல்லை. இல்லையா? மறந்து போய். அப்படியா? என்ன பேர்? நிதியா. நிதியா. அங்கே குழந்தை இல்லையா? இல்லை, அங்கே பெரிய வயது போனீங்க, காலேஜ் +2 படிக்கிற குழந்தைங்க. பேர் அதெல்லாம். ஆமாம். இது எங்கேருந்து வந்துருக்குறீங்க? வீடொക്കെ ഇല്ലാണ്ട് ഇങ്ങനെ വീട്. അഗളി എവിടെയാണ്? അഗളിയാ? അഗളി அந்த ആനക്കട്ടിലും കഴിഞ്ഞ. நிறைய பட்டி இருக்கா? கடிக்குமா? இல்லை இல்லை இல்லை. അവിടെ രണ്ട് വീട്ടിലാ? அந்த வீட்டில் கான்கிரீட் ஆக்கில? வீடெல்லாம் கான்கிரீட் ஆக்கில? പണി എടുക്കുന്നുണ്ട്. உங்களது கான்கிரீட் ஆக்கிலையா? எங்க வீடு. காசு கொடுக்கல சர்க்காரில்? அப்படியா? என்ன பேர்? சிவன்யா. அது யார்? தங்கச்சியா? ചേച്ചിയാ? സ്കൂൾ പോയതാ? കളിക്കതാ? ഈ ഭാഗത്തൊക്കെ ആളുകൾ കൂടുതലായിട്ടും തമിഴാണ് സംസാരിക്കുന്നത്. തമിഴ് സംസാരിക്കുന്നുണ്ട്, എന്നാൽ മലയാളവും അതുപോലെ അറിയാമായിരിക്കും. അപ്പോൾ നമ്മുടെ അട്ടപ്പാടി യാത്രയുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.